നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് മൊണോപോളി എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലെവൽ 1 ഗെയിമാണ്. ഇത് 3-4 ഏജ് 2 ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് വേണ്ടി മാത്രമാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതാണ് മൊണോപോളിയുടെ ബേസിക് ഒരു കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് അടുത്ത ലെവലിലേക്ക് മൊണോപോളി പോകുന്നത്. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് മൊണോപോളിയുടെ മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗെയിമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കാണിക്കുവാണ്. ആദ്യമായിട്ട് ബോർഡ് വേണം. ഇവിടെ 2 പ്ലെയർ ആണ് കളിക്കുന്നത്. സോ ഒരു ഡക്കിയും എടുത്തിട്ടുണ്ട്, ഒരു ഡോഗും എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡ് ഗെയിമിൽ 6 പേർക്ക് വരെ കളിക്കാം. ഇവിടെ സോൾഡ് സയൻസ് 12 എടുത്തിട്ടുണ്ട്. ഇതും 12 ഉണ്ട്. ക്യാഷ് 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ഡക്കിയുടെ ക്യാഷ് ആണ്. $10 ആണ്. ഓരോ ഡോളർ വെച്ച് 10 നോട്ട്. ഇതും അതുപോലെ തന്നെ $10 ആണ്. പിന്നെ ഒരു ഡൈസ്, പിന്നെ ചാൻസ് കാർഡ്. ഇവിടെ വരുമ്പോഴാണ് ചാൻസ് കാർഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോക്ക് വൈസിലാണ് ഗെയിം പുരോഗമിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കളർ കൊടുത്തിരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ. ഇപ്പൊ ടാക്കോ, പിസ്സ, ഡോനട്ട്, ഐസ്ക്രീം, ബ്രൗൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പം ഇത്രയും കളറുള്ള സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏരിയാസ് ആണ്. പിന്നെ വരുന്ന 2 ഏരിയ ആണ് ചാൻസ് കാർഡ്. അപ്പം ഈ ഏരിയയിൽ വരുവാണെങ്കിൽ നമ്മൾ ഈ കാർഡ് എടുക്കണം. ആ കാർഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നുള്ളത് അത് നമ്മൾ ചെയ്യണം. പിന്നെ വരുന്നതാണ് ഒരു ടൈം ഔട്ടിൻ്റെ ഒരു കോളം ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്, ടൈം ഔട്ടിൻ്റെ ഏരിയ ഉണ്ട്, ഇവിടെ പാസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇത്രയുമാണ് ബോർഡിലുള്ളത്. അപ്പോൾ നമുക്ക് കളി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡൈസ് എടുത്ത് ഞാൻ റോൾ ചെയ്തു. ആദ്യം ഡക്കിക്ക് വന്നത് 6. 1 2 3 4 5 6. ഇവിടെ നമ്മൾ ടൈം ഔട്ട് കൗണ്ട് ചെയ്യത്തില്ല. ടൈം ഔട്ട് ഇവിടെ വരുമ്പോൾ മാത്രമേ ഗോ ടു ടൈം ഔട്ട് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓറഞ്ച് നമ്മൾ വന്നിരിക്കത്തുള്ളൂ. അല്ലാത്ത വർഷം ജസ്റ്റ് വിസിറ്റിങ്ങിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഡോഗിയുടെ പ്ലേ ആണ്. ഡോഗിയും 6. അപ്പോൾ സെയിം ഏരിയ തന്നെ, ജസ്റ്റ് വിസിറ്റിംഗ്. 2 1 2. ഇവിടെ പിങ്ക് ഏരിയ ആണ്. ഡക്കിക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം. $1 കൊടുത്തോണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം. അപ്പം ഈ $1 എടുക്കുന്നു. $1 എടുത്ത് നമ്മൾ മാറ്റുന്നു. ഡക്കിയുടെ ആ ഒരു ടോക്കൺ സോൾഡ് സൈന് അവിടെ വെക്കുന്നു. അപ്പോൾ അത് ഡക്കിയുടെ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. ഇനിയും അടുത്തത് റോൾ ചെയ്യുന്നു. 2 ആണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡോഗി ഇവിടുന്ന് അങ്ങോട്ട് 1 2. ഈ 2ലേക്ക് ചാടി കഴിയുമ്പോൾ ഇത് ഒരാളുടെ പ്രോപ്പർട്ടിയാണ് അല്ലേ, അതായത് ഈ ഡക്കിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റെന്റ് ഡക്കിക്ക് കൊടുക്കണം. ഇതാണ് ഡോഗിയുടെ മണി. ഈ മണി, ഒരു മണി എടുത്ത് ഇയാൾക്ക് ഡക്കിക്ക് റെന്റ് കൊടുക്കണം. ഒരാൾ ഓൺ ചെയ്തേക്കുന്ന പ്രോപ്പർട്ടിയിൽ മറ്റേ ആൾ കടന്നു ചെല്ലുവാണെങ്കിൽ അയാൾക്ക് റെന്റ് കൊടുക്കണം. അപ്പം ഈ ഒരു കേസാണ് എല്ലാ കളർ സോണിലും വരുന്നത്. അടുത്ത ഡൈസ് കറക്കിയിരുന്നു. ഇവിടെ 6 ആണ് വന്നത്. ഞാൻ 1ലേക്ക് മാറ്റുന്നു. ഡക്കി ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്നപ്പോൾ എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഒരു ചാൻസ് കാർഡ് എടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചാൻസ് കാർഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗോ ഹിയർ ഡോനട്ടിലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡക്കി ഇവിടുന്ന് നേരെ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് നേരെ ഡോനട്ടിൽ വരും. $1 ബാങ്കിന് കൊടുത്തിട്ട് ഈ പ്രോപ്പർട്ടി ഓൺ ചെയ്തു. അപ്പോൾ ഈ ചാൻസ് കാർഡ് അടിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എടുത്തു മാറ്റുന്നു. അടുത്ത ഡോഗിയുടെ കറക്കമാണ്. 4 അടിച്ചു ഡോഗി. 1 2 3 4. പാർക്കിംഗ്, ഫ്രീ പാർക്കിംഗ് ഏരിയ ആണ്. പൈസ കൊടുക്കേണ്ടതായിട്ടൊന്നുമില്ല. ആ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും പറ്റത്തില്ല. കളർ സോണിൽ മാത്രമേ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത ഡക്കിയുടെ ആണ്. ഡക്കി 4 അടിച്ചു എന്ന് വിചാരിക്കുക. 1 2 3 4. അപ്പം മുമ്പിരുന്ന പ്രോപ്പർട്ടി തന്നെയാണ് ഡക്കി ചെന്നത്. മേടിച്ച പ്രോപ്പർട്ടി തന്നെയാണ് ഡക്കി വന്നത്. അപ്പോൾ റെന്റ് കൊടുക്കണം. അപ്പോൾ പുള്ളിയുടെ തന്നെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ തന്നെ ഇരിക്കുക. റെന്റും കൊടുക്കേണ്ട, റെന്റ് വാങ്ങുകയും വേണ്ട. അടുത്ത ഡോഗി കറക്കുന്നു. 6 അടിക്കുന്നു. 1 2 3 4 5 6. ഇവിടുന്ന് നേരെ ടൈം ഔട്ടിൽ പോകാനാണ് പറയുന്നത്. ഗോ ടു ടൈം ഔട്ട്. അപ്പോൾ ടൈം ഔട്ടിൽ നിന്ന് വെളി വരണമെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം $1 പേ ചെയ്യണം. $1 ബാങ്കിലേക്ക് പേ ചെയ്തു. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടേൺ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ പൈസ ഇല്ലെന്ന് വിചാരിക്കുക. നമ്മൾ ടൈം ഔട്ട് സോണിൽ വന്ന് നമ്മുടെ പൈസ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത്. 3 to 4 ഏജിന് വേണ്ടിയാണ് ഈ മൊണോപ്പൊളി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി
അവർ പറയുന്നത് ഒരു പാട്ട് പാടണം എന്നാണ് പറയുന്നത്. ശരിക്കും മൊണോപ്പൊളിയുടെ അപ്ഗ്രേഡ് വേർഷനിൽ നമ്മൾ മണി ഇല്ലെങ്കിൽ ഗെയിം അവിടെ എൻഡ് ആവുകയാണ്. അടുത്ത ഡക്കി റോൾ ചെയ്യുന്നു. 6 1 2 3 4 5 6 ട്രെയിൻ. അപ്പോൾ ഇവിടെ പുള്ളിയുടെ ടോക്കൺ കൊണ്ടുവച്ചു, പേ ചെയ്യണം. ബാങ്കിലേക്ക് പേ ചെയ്തു. 4 1 2 3 4. അപ്പം ഡോഗി ഈ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്തു. അടുത്ത ഡക്കിയുടെ ടേൺ ആണ്. 4 1 2 3 4 ഗോ ടു ടൈം ഔട്ട്. $1 പേ ചെയ്യണം എങ്കിലേ അടുത്ത ടേണ് കിട്ടൂ. അപ്പോൾ ഇങ്ങനെയാണ് ഗെയിം പുരോഗമിക്കുന്നത്. ഇനി വേറൊരു കാര്യമാണ്, നമ്മൾ ഓരോ പ്രാവശ്യം ഇവിടുന്ന് പാസ് ചെയ്യുമ്പോൾ $2 $2 സാലറി ആസ് യു പാസ് ഗോ. അതായത് ഓരോ പ്രാവശ്യം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ $2 നമ്മൾ ബാങ്കിൻ്റെ നിന്നാണ് മേടിക്കുന്നത്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഡക്കി ഇവിടെ വന്നത് ഈ ടൈം ഔട്ട് കൊണ്ടല്ലേ. അപ്പോൾ ടൈം ഔട്ട് കൂടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മണി കിട്ടത്തില്ല. അല്ലാതെ നമ്മൾ നമ്പർ റീച്ച് ചെയ്തിങ്ങനെ വരുമ്പോൾ ഈ ഒരു പാസിംഗ് സോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് $2 കിട്ടും. അപ്പോൾ അടുത്ത ഒരു ഡോഗി ഒരു 6 അടിച്ചു. അപ്പോൾ 1 2 3 4 5 6. അടുത്ത കളത്തിലും ഒരു 6 അടിച്ചു. 1 2 3 4 5 6. അടുത്ത ഒരു 6 അടിച്ചു. 1 2 3 4 5 6. അപ്പം ഈ ഒരു ഏരിയ ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ട് $2 ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഇനി ഇങ്ങനെ കളിച്ച് വന്നപ്പോൾ ഡക്കി ഈ ഒരു ഐസ്ക്രീം ഏരിയയുടെ ഓൺ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും ഡക്കിയുടെ ടോക്കൺ തന്നെയാണ് അല്ലേ. ഡോഗി ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ $1 ആയിരിക്കില്ല റെൻറ്റ്, $2 ആയിരിക്കും റെൻറ്റ്. കാരണം ഇത് രണ്ടും സ്വീറ്റ് സോൺ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഒരാൾ തന്നെയാണ് ഏൺ ചെയ്തുകൊണ്ട് 2 times ആയിരിക്കും മണി കളക്ട് ചെയ്യേണ്ടത്. അതല്ല ഇതിപ്പം ഇത് ഡക്കിയുടെ അല്ല, ഇതൊരു ഡോഗിയുടെ പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും വ്യത്യസ്തമായ ടോക്കണാണ്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ $1 കൊടുത്താൽ മതി. ഇവിടെ ഡോഗി കളിക്കുന്നു, ഒരു 1 നേടുന്നു. അപ്പോൾ ചാൻസ് കാർഡാണ് വന്നതെന്ന് വിചാരിക്കുക. മൂവ് എഹെഡ് 2. അപ്പോൾ 2 മൂവ് എന്നാണ് പറഞ്ഞത് 1 2. അപ്പം ഇവിടെ ഇവിടെ ഡക്കിയുടെ സ്പേസ് ആണ് പുള്ളി വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് $1 റെൻറ്റ് പേ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡക്കിയുടെ സ്പേസ് ആയതുകൊണ്ട്. അതല്ല ഇവിടെ എംറ്റി സ്പേസ് ആണെങ്കിൽ നമുക്ക് ആ $1 ബാങ്കിന് കൊടുത്തുകൊണ്ട് ആ പ്രോപ്പർട്ടി ഓൺ ചെയ്യാവുന്നതാണ്. ഇനി ഡോഗി ഇവിടെ ഇരുന്നപ്പോൾ ചാൻസ് കാർഡ്, ഈ ചാൻസ് കാർഡാണ് വന്നതെന്ന് വിചാരിക്കുക. ഗെറ്റ് ഔട്ട് ഓഫ് ടൈം ഔട്ട് ഫ്രീ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഈ ടൈം ഔട്ട് പൊസിഷൻ എപ്പോഴേലും ഡോഗി വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ $1 പേ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ $1 പേ ചെയ്യണം. അപ്പം ഈ ഒരു കാർഡ് ഈ ഒരു ഡോഗിക്ക് കിട്ടിയ സ്ഥിതിക്ക് ആ $1 പേ ചെയ്യേണ്ട കാര്യമില്ല. ഈ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് പുറത്ത് കിടക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന്, നമ്മൾ $1 പേ ചെയ്യുക, അല്ലെങ്കിൽ ഈ കാർഡ് ചാൻസ് കാർഡ് കിട്ടുവാണെങ്കിൽ ഈ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ വഴിയാണ്, നമ്മുടെ കൈ ഡോളർ തീർന്നു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു പാട്ട് പാടണം. ആരുടെ കയ്യിലെ പൈസയാണ് ആദ്യം തീരുന്നത് അപ്പം കളി തീർക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ആരാണ് ഏൺ ചെയ്തത് ആ ആളാണ് കളിയിലെ വിജയി. 2 പേർക്ക്, ഇപ്പം 6 പേരാണ് കളിക്കുന്നതെങ്കിൽ 2 പേർക്ക് ഒരേപോലെ പ്രോപ്പർട്ടി ഓൺ ചെയ്തു. 4 പ്രോപ്പർട്ടി ഒരാൾക്കും 4 പ്രോപ്പർട്ടി മറ്റുള്ള ഓൺ ചെയ്യണമെങ്കിൽ എത്ര ക്യാഷ് ഉണ്ട് അവരുടെ കയ്യിലെന്ന് നോക്കും. കൂടുതലുള്ള ആൾ കളി ജയിക്കും. ഈ ഒരു മൊണോപോളി $10 നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത്. സോ പെട്ടെന്ന് കളി നമുക്ക് നിർത്താം. പിള്ളേർക്കൊക്കെ ഫണ്ണായിട്ട് പറ്റിയ അടിപൊളി ഒരു ഗെയിമാണ് മൊണോപോളി. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു അറിവുമായി നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.